കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് മുത്തുകൾ കോർക്കാൻ കൊടുക്കുക എന്നുള്ളത്. അതിനായിട്ട് നമ്മളിവിടെ ഒരു നൂലും അതുപോലെ തന്നെ കുറച്ച് മുത്തുകളും എടുത്തിട്ടുണ്ട്. മുത്തുകൾ എന്ന് പറയുമ്പോൾ അത് കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് ബീഡ്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പ്ലാസ്റ്റിക്കിൻ്റെയോ അതല്ലാന്നുണ്ടെങ്കിൽ വുഡൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നൂലായാലും കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള ടൈപ്പ്, അതായത് ഈ പ്ലാസ്റ്റിക് ടൈപ്പൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി അത് സ്റ്റിഫായിട്ട് നിൽക്കും. അത് കോർക്കാനായിട്ട് കുറച്ചും കൂടെ ഉപകാരമായിരിക്കും. ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് മെയിനായിട്ട് അവരുടെ ഫോക്കസ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ കുട്ടികൾക്ക് ഇത് പെൻസിൽ പിടിച്ച് എഴുതാനായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളൊരു സംഗതി കൂടി ഇതിൽ വരുന്നുണ്ട്. അതായത് കുട്ടികൾ ഇത് ഫിംഗേഴ്സ് വെച്ചിട്ട് ഈ മുത്തുകൾ പറക്കിയെടുക്കുകയും അതുപോലെ തന്നെ ഇതിലേക്ക് അത്രയും ശ്രദ്ധയോടുകൂടി ഇടുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഹാൻഡ് മസിൽസ് അല്ലെങ്കിൽ ഫിംഗർ മസിൽസ് ഒരുപാട് ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ അവർ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസും ഇൻഡിപെൻഡൻസ് ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതും ഈ ഒരു ആക്ടിവിറ്റിയുടെ പ്രത്യേകതയാണ്. പിന്നെ ഇത് ഒരു ബൈലാറ്ററൽ ആക്ടിവിറ്റി കൂടിയാണ്. അതായത് രണ്ട് കൈകൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു കൈ കൊണ്ട് എടുക്കുകയും മറ്റേ കൈ കൊണ്ട് അത് കോർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യിപ്പിക്കാവുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ്.